ഒരു വാർത്ത തേടിപ്പോയ ഒരു മാധ്യമപ്രവർത്തക ഒടുവിൽ കണ്ടെത്തിയത് സ്വന്തം ജീവിതത്തിന്റെ വഴിയായിരുന്നു. ബ്രിട്ടനിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഇവോൺ റിഡ്ലി. കുടുംബം മതവിശ്വാസികളായിരുന്നില്ല. എന്നിരുന്നാലും അവർ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. സൺഡേ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ജീവിതം അവർ പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ടു പോയില്ല. 22-ാം വയസ്സിൽ ബാല്യകാല സുഹൃത്തിനെ വിവാഹം ചെയ്തു. എന്നാൽ ആ ബന്ധം ഒരു വർഷം പോലും നീണ്ടു നിന്നില്ല. പിന്നീട് ഒരു കുറ്റാന്വേഷണ നോവലിസ്റ്റിനെ വിവാഹം കഴിച്ചു. 10 വർഷങ്ങൾക്ക് ശേഷം ആ ബന്ധവും അവസാനിച്ചു. എന്നാൽ ഈ പരാജയങ്ങളൊന്നും അവരുടെ യാത്രക്കൊരു അവസാനമായിരുന്നില്ല. അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു: വാർത്തയുടെ പിന്നിലെ സത്യം കണ്ടെത്തുക. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും അപകടകരമായ യുദ്ധഭൂമികളിലേക്ക് പോലും അവർ യാത്ര ചെയ്തത്. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്ററിന് നേരെയുണ്ടായ ആക്രമണം ലോകത്തെ നടുക്കി. അമേരിക്കയും ബ്രിട്ടനും അഫ്ഗാനിസ്ഥാനെതിരെ യുദ്ധത്തിനൊരുങ്ങി. ആ സമയത്ത് ആയിരക്കണക്കിന് മാധ്യമപ്രവർത്തകർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. പക്ഷേ ഇവോൺ റിഡ്ലിക്ക് അതിൽ തൃപ്തി ഉണ്ടായില്ല. എല്ലാവരും പറയുന്ന കഥയല്ല, യഥാർത്ഥ കഥ അറിയണം. ആ ചിന്തയോടെ അവർ ബുർക്ക ധരിച്ച് രഹസ്യമായി അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു. പക്ഷേ ആ തീരുമാനം അവരെ നേരിട്ട് താലിബാന്റെ തടവറയിലേക്കാണ് എത്തിച്ചത്. 11 ദിവസം ലോകം മുഴുവൻ അവരുടെ മോചനത്തിനായി കാത്തുനിന്നു. ആ ദിവസങ്ങളിലാണ് അവർ ഒരു വാഗ്ദാനം ചെയ്യുന്നത്: ഞാൻ മോചിതയായാൽ ഇസ്ലാമിനെ മുൻവിധികളില്ലാതെ പഠിക്കും. മോചിതയായ ശേഷം അവർ ആ വാക്ക് പാലിച്ചു. ഖുർആൻ പരിഭാഷകൾ വായിച്ചു. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിച്ചു. ഇസ്ലാമിനെ കുറിച്ച് കേട്ടിരുന്നതും പഠിച്ചതും തമ്മിലുള്ള വലിയ വ്യത്യാസം അവർ തിരിച്ചറിഞ്ഞു. അവസാനം ഡോക്ടർ ഇവോൺ റിഡ്ലി ഇസ്ലാം സ്വീകരിച്ചു. ഒരു വർഷം കഴിഞ്ഞാണ് അവർ ഹിജാബ് ധരിക്കാൻ തുടങ്ങിയത്. പിന്നീട് അവർ പറഞ്ഞൊരു വാക്ക് ഇന്നും ശ്രദ്ധേയമാണ്: ഹിജാബ് ധരിച്ചപ്പോഴാണ് മുസ്ലിം ആകുക എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത്. ഇസ്ലാം സ്വീകരിച്ചതോടെ അവരുടെ ശബ്ദം നിശബ്ദമായില്ല, മറിച്ച് കൂടുതൽ ശക്തമായി. ഗസയുടെ ഉപരോധം ഭേദിക്കാൻ പുറപ്പെട്ട ആദ്യ അന്താരാഷ്ട്ര ബോട്ടിലുണ്ടായിരുന്നു അവർ. ലിബിയയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിലുണ്ടായിരുന്നു അവർ. സിറിയയിൽ IS നടത്തിയ ബോംബാക്രമണത്തിൽ കേൾവിശക്തിയുടെ ഒരു ഭാഗം നഷ്ടപ്പെടുകയും ഇസ്രായേൽ സൈന്യത്തിന്റെ ഭീഷണികൾ നേരിടുകയും ചെയ്തു. എന്നിട്ടും അവർ പിന്മാറിയില്ല. ഉറക്കത്തിൽ മരിക്കുമോ എന്ന ഭയത്തിൽ ദിവസവും 3 മണിക്കൂർ മാത്രം ഉറങ്ങിയിരുന്ന ഒരാളായിരുന്നു ഇവോൺ. പക്ഷേ ഇസ്ലാമിനെ സ്വീകരിച്ച ശേഷം അവർ പറഞ്ഞു: നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ഭയപ്പെടേണ്ടതില്ലെന്ന് ഇസ്ലാം എന്നെ പഠിപ്പിച്ചു. മരണം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഒരു വാർത്ത തേടി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയ ഒരു മാധ്യമപ്രവർത്തക ഒടുവിൽ കണ്ടെത്തിയത് ഒരു പുതിയ വിശ്വാസവും ഒരു പുതിയ ജീവിതവുമായിരുന്നു. ഇതാണ് ഡോക്ടർ ഇവോൺ റിഡ്ലിയുടെ കഥ.